അടച്ച് ഉറപ്പുള്ള ഒരു വീട് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാഫല്യമാകുന്ന ഒരു ഘട്ടമാണ് നമ്മളെല്ലാം ഒത്തുചേർന്നിരിക്കുന്നത്. വൈകുന്നേരത്ത് ബഹുമാന്യ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ഈ ലൈഫിൻ്റെ പദ്ധതി 5 ലക്ഷം പൂർത്തീകരിച്ച ഈ പദ്ധതി നാടിനും ലോകത്തിനും മാതൃകയാർന്ന പദ്ധതിയായി മാറാൻ പോകുന്ന ഒന്നാണ്. നിയമസഭാ നടപടി അവസാനിപ്പിക്കുന്നതിൻ്റെ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഉൾപ്പെടെ നടത്തേണ്ടി വന്നതുകൊണ്ടാണ് നേരത്തെ നിശ്ചയിച്ച ഈ പരിപാടിയിൽ എത്താൻ കഴിയാത്തതെങ്കിലും വൈകുന്നേരത്ത് 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് എന്ന പദ്ധതിയിലൂടെ ഭവന യാഥാർത്ഥ്യമായതിൻ്റെ പ്രഖ്യാപനം പൂജപ്പുര മൈതാനത്ത് മുഖ്യമന്ത്രി നടത്തുകയാണ്. ഈ സന്തോഷകരമായ ചടങ്ങിൽ നമുക്കെല്ലാം പങ്കെടുക്കാൻ കഴിഞ്ഞത് നമുക്ക് വളരെ അഭിമാനത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇതിന് എത്തിച്ചേർന്ന എല്ലാവരോടും അങ്ങേയറ്റത്തെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ലൈഫിൽ ഞങ്ങൾ ഇതുവരെ 34 വീടുകളാണ് പൂർത്തിയാക്കിയത്. അതിൽ 5 ലക്ഷം വീട് പൂർത്തീകരണത്തിന് കരകുളത്തെ സോമൻ നായർ കോമളകുമാരിയുടെ വീടാണ് തിരഞ്ഞെടുത്തത്. എൻ്റെ പേര് സോമൻ നായരാണ്. ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ്. എനിക്കൊരു വീട് വയ്ക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കൂലിപ്പണിക്കാരന് ഒരു കുടുംബം കൊണ്ടുപോകുമ്പോൾ കിട്ടുന്ന പൈസയിൽ വേറെ വരുമാനം ഇല്ലാത്തത് കൊണ്ട് ഒരു വീട് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എൻ്റെ വൈഫിനാണെങ്കിൽ ഒരു ക്യാൻസർ രോഗിയാണ്. അത് 13 വർഷമായി ക്യാൻസർ വന്നിട്ട് അങ്ങനെ അതിൻ്റെ ഇതിൽ പിന്നെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു വീട്ടിന് വേണ്ടി ഞാൻ ലൈഫ് പദ്ധതി കൂടി സർക്കാരിൽ അപേക്ഷിച്ചത് 4 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2025 3-ാം മാസം ഇതിൻ്റെ പേപ്പറുകൾ വന്ന് ഞാൻ ഇതിനെല്ലാം ഒപ്പിട്ട് കൊടുത്തു. 2-ാം മാസം 27-ാം മാസം 18-ാം തീയതി എനിക്ക് ആദ്യത്തെ പൈസയും വന്നു, 40,000 രൂപ വന്നു. അതുകൊണ്ട് ഞാൻ ഉടനെ ഈ പണി തുടങ്ങി. ഈ പണിയെന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പണി, ഈ ആശാരിപ്പണി, പെയിൻറ്റിങ്, വയറിങ്, പ്ലംബിങ് കഴിഞ്ഞ് ബാക്കി കംപ്ലീറ്റ് പണി ആ റോട്ടിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കുള്ള പണിയാണ്. വേറെ ഒരു കൂലിക്കാരനെയോ വേറെ ഒരാളിനെ നിർത്താതെ കരിങ്കല്ല് വരെ റോട്ടിൽ നിന്ന് ഇറക്കി ആണ് ഞാൻ കൊണ്ടുവന്ന് ഞാൻ ഒറ്റയ്ക്ക് രായും പകലും നിന്ന് ഈ പണി ചെയ്തത്. അപ്പോൾ നമ്മൾ മനുഷ്യൻ വിചാരിച്ചാൽ പല കാര്യങ്ങളും നടക്കും. ഈ 4 ലക്ഷം രൂപ കിട്ടുന്നത് വളരെ ഉപകാരവുമാണ്. അതിന് ചില ആൾക്കാർ വിചാരിക്കും ഈ 4 ലക്ഷം രൂപ കിട്ടിയാൽ അതുകൊണ്ട് എന്ത് ചെയ്യും, അത് കിട്ടുന്നതിൽ പകുതിയും ദൂർത്തടിച്ചിട്ട് പകുതി അവർ ചിലവാക്കി പണി പൂർത്തിയാക്കാതെ ഇടുന്ന അനേക വീടുകളുണ്ട്. പക്ഷേ ഇല്ല, നമ്മളുടെ മനസ്സ് വച്ചു കഴിഞ്ഞാൽ ആ പണി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും എന്ന് വെച്ച് അങ്ങനെ ഞാൻ ഈ പണി പൂർത്തിയാക്കി. അല്പം പൈസ ഇവിടെ നമ്മളെ കയ്യിൽ നിന്നായി, അല്ലാതെ ഈ പൈസ കൊണ്ട് മാത്രമല്ല, കിട്ടാനുള്ള പൈസ മൊത്തം കിട്ടി. അത് സമയത്തിന് കിട്ടിയതുകൊണ്ട് എനിക്ക് ഈ പണി സ്വന്തമായിട്ട് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടും ഈ പണി ഞാൻ ഇങ്ങനെ ഈ രീതിയിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞു. ഇനി ഇത് മുകളിലോട്ട് പോട്ടെ, എല്ലാവർക്കും ഇതുപോലെ വീട് കിട്ടട്ടെ. ആ വീട് കിട്ടുമ്പോൾ കിട്ടുന്ന പൈസ അവർ ഉപയോഗിച്ച് വീട്ടിന് വേണ്ടി ഉപയോഗിച്ച് ഒരു വീട് വയ്ക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സന്തോഷമുണ്ട്. അതുപോലെ പിന്നെ പൈസയും ഞങ്ങൾക്ക് കറക്റ്റ് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ വീട് വയ്ക്കാൻ പറ്റിയത്. പിന്നെ 5 ലക്ഷം പേർക്ക് ഈ പദ്ധതിയിലൂടെ വീട് കിട്ടിയതിൽ അതിലും സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ഈ ആൾക്കാർക്ക് ഇതുപോലെ ഈ ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടണം, നമ്മളെ പോലെയുള്ള പാവങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ആഗ്രഹം. എല്ലാവർക്കും കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. സന്തോഷം. നമ്മുടെ അയൽവാസിയായ ചേട്ടനെ ഇങ്ങനെ വീട് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. കാരണം വീടെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് എല്ലാ മനുഷ്യരുടെ അടിസ്ഥാനപരമായ ഒരു നീഡാണ്. അപ്പോൾ അത് ആ ചേട്ടന് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. അത് കൊടുത്ത നമ്മുടെ സർക്കാരിനും അഭിനന്ദനങ്ങൾ. എൻ്റെ പേര് സിന്ധു ആണ്. ലൈഫിൻ്റെ വീട് കിട്ടിയ കോമളം ചേച്ചി എനിക്ക് കുറേ നാൾ കൊണ്ടേ അറിയാം. ലൈഫിൻ്റെ ലിസ്റ്റിൽ പേര് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചിക്ക് സുഖമില്ലാതായി. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് കുടുംബം നല്ല ബുദ്ധിമുട്ടുള്ള കുടുംബമായിരുന്നു. ഇപ്പോൾ നമ്മളെ സർക്കാർ ലൈഫിൻ്റെ ലിസ്റ്റ് പേര് വന്നു, അവർക്ക് വീട് ലഭിച്ചു. തുടർന്നും ഇതേപോലെയുള്ള ലൈഫ്, അതുപോലെ തന്നെ നമ്മളെ പെൻഷനായാലും എല്ലാം ഇതുപോലെ തന്നെ മുമ്പിലോട്ടും തുടരണമെന്നാണ് പറയാനുള്ളത്.